അപ്പോൾ നമ്മൾ നമ്മുടെ കൂടെ നമ്മുടെ കുട്ടിയാണ്. അപ്പോൾ നമ്മൾ നിപ്പൺ ടൊയോട്ട തൃശ്ശൂർ നിപ്പൺ ടൊയോട്ട സംഘടിപ്പിക്കുന്ന ബൂട്ട് ക്യാമ്പിലാണ്. നമ്മുടെ കൂടെ നമ്മുടെ കുട്ടിയാന ഹൈലറ്റ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ നോക്കുന്നൊരു കാര്യമാണ് ഹൈലറ്റ്സിന്റെ റേറ്റ് എങ്ങനെയാണ്, എന്തൊക്കെ വേരിയന്റ് ഉണ്ട്, നമ്മുടെ കേരളത്തിൽ ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ പറയാം. നമ്മൾ ടൊയോട്ടയുടെ സ്റ്റാഫ് ഉണ്ട്. യദുന്ന് വരും മൈക്ക് ഇത് പിടിച്ചിട്ട് നമ്മുടെ ഹൈലറ്റ്സിന് ഇപ്പോൾ എത്ര പ്രൈസ് വരുന്നുണ്ട്, എന്തൊക്കെ വേരിയന്റ് ഉണ്ട്, ഒരു കസ്റ്റമർ അതിന്റെ മുന്നിലുള്ളതെന്ന് വെച്ചിട്ട് അങ്ങനെ തന്നെ പറഞ്ഞു എന്തൊക്കെ വേരിയന്റ് ഉണ്ട്. ടൊയോട്ട ഇപ്പോൾ ഹൈലക്സ് ഒരു പ്രീമിയം ഓഫ് റോഡർ ആയിട്ടാണ് വണ്ടി ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. 2 വേരിയന്റിലാണ് വരുന്നത്. സ്റ്റാൻഡേർഡ് വേരിയന്റിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹൈ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റിലും വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് വേരിയന്റിൽ നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ വണ്ടി അവൈലബിൾ ആയിട്ടുള്ളൂ. ഹൈ വേരിയന്റിലേക്ക് വരുമ്പോൾ നമുക്ക് 2 വേരിയന്റിൽ കിട്ടും, ഓട്ടോമാറ്റിക് കിട്ടും, മാനുവൽ. അപ്പൊ മാനുവൽ സ്റ്റാൻഡേർഡിൽ മാനുവൽ മാത്രമേ ഉള്ളൂ. അതൊരു പക്ക എക്കണോമിക്കൽ ഒരു സംഭവത്തിന് ടാക്സി പെർമിറ്റ് മാത്രമാണ് മാനുവൽ ട്രാൻസ്മിഷൻ. നിങ്ങൾക്ക് മറ്റേ ഓട്ടോമാറ്റിക് വേണമെന്നുണ്ടെങ്കിൽ ടോപ്പ് എൻഡ് ഹൈ വേരിയന്റിലേക്ക് വരേണ്ടി വരും. നമുക്കൊരു 37-15 മാനുവലിന് സ്റ്റാർട്ട് ചെയ്യും. എക്സ് ഷോറൂം വരും. ഓൺ റോഡ് വരുമ്പോൾ ഏകദേശം 48 ലക്ഷം രൂപയോളം വരും. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ നമുക്കൊരു 37-90 വരും. ഓൺ റോഡ് വരുമ്പോൾ ഒരു 50 ലക്ഷത്തോളം നമുക്ക് വണ്ടിക്ക് വില വരുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് റേറ്റിലാണ് ഇപ്പോൾ നമ്മുടെ ഷോറൂമിൽ വണ്ടികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഷോറൂം ഒന്ന് വിസിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല റേറ്റ് തരാൻ പറ്റും. ഒരു മാക്സിമം ഇതിന് വരാൻ പോകുന്നത് ഒരു 50 ലക്ഷം രൂപയാണ് ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക്കിന്. ഇതിൽ ടോപ്പ് എൻഡിൽ തന്നെ മാനുവൽ ഉണ്ട്. അപ്പോൾ അതിന് കുറച്ചുകൂടി പ്രൈസ് കുറയും. പിന്നെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഷോറൂമിൽ ഡയറക്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അങ്ങനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്മുടെ കസ്റ്റമറല്ല എക്സിക്യൂട്ടീവിന്റെ പേരും ഫോൺ നമ്പറും രണ്ടും നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ താഴത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. തൃശ്ശൂർ നിപ്പൺ ടൊയോട്ടയിൽ വിളിക്കുക. അപ്പോൾ അതിൻ്റെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും. ബാക്കി എന്തൊക്കെ ഡീറ്റെയിൽസ് അറിയണമെങ്കിലും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈലറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വില വിവരങ്ങൾ ആണ് നമ്മൾ ഇനി പറഞ്ഞത്. ഇനി നമുക്ക് വണ്ടിയുടെ ബേസിക് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് കിടക്കാം. അപ്പോൾ ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് ടൊയോട്ടയുടെ ഒരു ബൂട്ട് ക്യാമ്പിലാണ് വന്ന് നിൽക്കുന്നത്. ഹൈലറ്റ്സ് ആണ് ഇന്നത്തെ വണ്ടി. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ കാണാം നമ്മുടെ ജഗജില്ലി ഹൈലറ്റ്സ്. അപ്പോൾ അതവിടെ അങ്ങനെ വണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നല്ല ചെളി പുരണ്ട മൊത്തം ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ ചെളിയും ഫുൾ വെള്ളവും വാട്ടർ വെയ്ഡിങ് കാണാം, മറ്റേ ആംഗിളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാം. പിന്നെ പോരാത്തതിന് നല്ല രീതിയിലുള്ള മഴ കണ്ടോ, നനഞ്ഞ് കുളിച്ചിങ്ങനെ നിരന്ന് നിൽക്കാണ്. ഇവിടെ കണ്ടോ വെള്ളം സൈഡൊക്കെ ഇതുപോലെയാണ് ട്രാക്ക് കിടക്കണത്. അപ്പോൾ ഇതിൻ്റെ 4 വീൽ ഡ്രൈവ് ക്യാപ്പബിലിറ്റി വലിയ നോക്കണമെങ്കിൽ ടയറൊക്കെ ഉണ്ടോ ചെളി നിറഞ്ഞിട്ട് നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നല്ലൊരു ബൂട്ട് ക്യാമ്പാണ് ടൊയോട്ട നിപ്പൺ ടൊയോട്ട തൃശ്ശൂരിലുള്ളത് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്കിങ്ങനെ വഴിയേ കാണാം. ഓക്കെ, ഹലോ. അപ്പോൾ നമ്മളിത് ഹൈലറ്റ്സിൽ കയറി. അപ്പോൾ ഇതിന് പുഷ് ബട്ടൺ സ്റ്റാർട്ടാണുള്ളത്. വണ്ടി സ്റ്റാർട്ട് ചെയ്തു, AC കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 4 വീൽ ഡ്രൈവ് ഉണ്ട്. 4 വീൽ ഡ്രൈവ് എന്ന് പറയുന്നത് ഈ നോബാണ് ഈ കാണുന്നത്. ഇതാണ് കണ്ടോ, ജസ്റ്റ് ക്ലോസപ്പ് ചെയ്ത് കഴിഞ്ഞാൽ H2 H4 L4 ഇതാണ് ഇതിൻ്റെ 4 വീൽ ഡ്രൈവിൻ്റെ ഷിഫ്റ്റ് ഓൺ ഫ്ലൈ എന്നാണ് ഇതിൻ്റെ ഒരു ടെക്നോളജി പറയുക. എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. അപ്പോൾ ഈ H2 എന്ന് പറയുന്നത് നമ്മൾ നോർമൽ 2 വീൽ ഡ്രൈവിനെയാണ് ഈ H2 എന്ന് പറയുന്നത്. പിന്നെ H4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ഓഫ് റോഡിങ്, കുറച്ച് ട്രാക്ഷൻ വേണം, മഡ് ചെളി അങ്ങനത്തെ സംഭവങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ H4 ഇടും. പിന്നെ L4 എന്ന് പറയുന്നത് 4x4 ഹൈ എന്നാണ് നമ്മൾ പറയുക. അതിട്ട് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ലോ റേഞ്ച് ടോർക്കൊക്കെ ഭയങ്കരമായിട്ട് കൂടി കിട്ടുന്നതാണ്. അപ്പം നമുക്കിപ്പോൾ നമ്മുടെ ട്രാക്ക് നമ്മൾ ഫസ്റ്റ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ 2 വീൽ ഡ്രൈവിൽ നമ്മുടെ ഹൈലറ്റ്സ് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. പിന്നെ ഇവിടെ DAC ഉണ്ട്, ഡൗൺ ഹിൽ അസിസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ താഴത്തോട്ട് ഇറങ്ങി പോകുമ്പോൾ അസിസ്റ്റ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഇലക്ട്രോണിക് ലോക്കിംഗ് ഡിഫറൻഷ്യൽസ് കാര്യങ്ങളുണ്ട്. നമ്മളൊന്നും ചെയ്യേണ്ട, അത് വണ്ടി തന്നെ ചെയ്തോളും. പിന്നെ ഇതാണ് വണ്ടിയുടെ ഇന്റീരിയർ ഡുവൽ ക്ലൈമറ്റ് കൺട്രോൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പിന്നെ എല്ലാവർക്കും അറിയാം എയർ ബാഗ് കാര്യങ്ങൾ. അപ്പോൾ ഫീച്ചേഴ്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് ട്രാക്കിലേക്ക് വണ്ടി നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ തുടങ്ങല്ലേ യദു? അപ്പൊ നമ്മുടെ കൂടെ യദു ഉണ്ട് കേട്ടോ. ഒന്ന് പുള്ളിയിരുന്ന് കാണിച്ചോളൂ. ഇതാണ് നമ്മുടെ യദു. അപ്പോൾ യദുണ്ട്. അപ്പൊ നമ്മള് പാർക്കിംഗ് ബ്രേക്ക് നമ്മൾ റിലീസ് ചെയ്തു. അത് കഴിഞ്ഞ് പതുക്കെ നമ്മൾ ഇത് ഇങ്ങോട്ട് വായു ഡ്രൈവിലേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ ഈശ്വര എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളങ്ങനെ പോവാണ്. അപ്പോൾ ട്രാക്ക് പറയുകയാണെങ്കിൽ നല്ല മഡിയായിട്ടുള്ളൊരു ട്രാക്കാണ്. അത്യാവശ്യം വീൽ ആർട്ടിക്കുലേഷൻ ഒക്കെ നമുക്ക് ഇവിടെ എടുക്കാം, സൂക്ഷിച്ചെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ട്രാക്ക് പോയി നോക്കിയിട്ടില്ല, ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒക്കെ നോക്കുകയാണെങ്കിൽ കണ്ട 2 സൈഡിലും കുഴി കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളം നിറഞ്ഞിരിക്കണ. അതെ, നല്ല ആഴുണ്ട്, നല്ല മഴയാണ്. കണ്ട ആർട്ടിക്കുലേഷൻ പോണ കണ്ട ഒരു സൈഡിലേക്ക്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കേണ്ടത് വണ്ടി എങ്ങനെയാണ് അത് ആർട്ടിക്കുലേറ്റ് ചെയ്ത് പോകുന്നത് നോക്കാം.
പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വണ്ടിയിൽ ഇരിക്കുമ്പോൾ നമുക്കത് എത്രത്തോളം നമ്മുടെ ബോഡി റോള്, നമ്മൾ എത്രത്തോളം കംഫർട്ടബിൾ ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. ഭയങ്കര പതുക്കെയായിട്ട് എടുക്കേണ്ട ഒരു സംഭവമാണിത്. വലിയ വണ്ടിയാണ് ഹൈലക്സ് എന്ന് പറയുമ്പോൾ, ഹ്യൂജ്. അത് ഇതിന്റെ ഡയമെൻഷൻസ് ഒക്കെ ആദ്യം നമ്മൾ ഓടിച്ചു തുടങ്ങുമ്പോൾ ഒന്ന് യൂസ്ഡ് ആവണം. പിന്നിലേക്കും ഇഷ്ടം പോലെ ഉണ്ട് വണ്ടി. പക്ഷെ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിസിബിലിറ്റി ഓക്കെയാണ്. ഒരുപാട് സെൻസേഴ്സ് ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം തൊട്ടടുത്താണ് ഈ ചെളി, മറ്റേ ചെടിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം സെൻസേഴ്സ് ഡിറ്റക്ട് ചെയ്യണതാണ്. ഓട്ടോമാറ്റിക് കാരണം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ഇപ്പോൾ 2 വീൽ ഡ്രൈവിലാണ് വണ്ടി പോകുന്നത്. ജസ്റ്റ് സ്റ്റിയറിംഗ് മാത്രം കൺട്രോൾ ചെയ്താൽ മതി. ആക്സിലറേറ്റർ പോലും കുറക്കണ്ട. വണ്ടി തന്നെ ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. കണ്ട, ഇത്ര വലിയ വണ്ടിയായിട്ടും ഇത്ര ഒരു ടൈറ്റ് ആണ് സുഖമായിട്ട് വണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ആകെ കൂടി എനിക്ക് തോന്നിയത് ഇങ്ങനത്തെ വരുമ്പോൾ ഒരു 360 ഡിഗ്രി ക്യാമറ ഉണ്ടായിരുന്നെങ്കിലേ ചുറ്റുവട്ടൊക്കെ ഒന്ന് നമുക്ക് കാണാൻ ഒരു ഗുണമായിരുന്നു. ആഫ്റ്റർ മാർക്കറ്റ് വെക്കാം. ഇഷ്ടം പോലെ മോഡിഫിക്കേഷൻ സാധ്യതകളുള്ള വണ്ടിയാണ്. ഇനി നോക്കിയാൽ നല്ല രീതിയിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് കണ്ട ആംഗിൾ നോക്കൂ. ഒരു നമ്മുടെ ലെഫ്റ്റ് സൈഡ് വരുന്നത് ഇങ്ങനെ ചെരിഞ്ഞ് നല്ല രീതിയിലുള്ള ഒരു ആംഗിൾ ഓഫ് അറ്റാക്ക് നമുക്ക് ഇനിയിപ്പോൾ കാണാം. ഒരു സൈഡ് നല്ല രീതിയിൽ ഇതൊക്കെ പോകുന്നത് 2 വീൽ ഡ്രൈവിലാട്ടോ. അതും കൂടി നിങ്ങളൊന്ന് ഓർത്താൽ നന്ന്. നമ്മൾ ഈ കസർത്ത് മുഴുവൻ കാണിക്കുന്നത് 2 വീൽ ഡ്രൈവാണ്. കിട്ടാണെങ്കിൽ കിട്ടി. ചെരിഞ്ഞ് ഇനി വരുന്നത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയൊരു ഡിപ്പാണ്. അതിൽ നിറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല രീതിയിൽ അത് കയറി പോരും വേണം. ഇതും നമ്മൾ 2 വീൽ ഡ്രൈവിൽ തന്നെ നമ്മൾ നോക്കാണ് കിടക്കുമെന്നുള്ളത്. അതൊക്കെ ഓഫ് റോഡിൽ എപ്പോഴും വേഗത കുറവതിനാണ് കാര്യം. ഏറ്റവും കുറഞ്ഞ വേഗതയിൽ ടാക്കിൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. നമുക്ക് ജസ്റ്റ് 4 വീലിലേക്ക് ഇട്ടു. 4 വീലിലേക്ക് ഇടുമ്പോൾ സിമ്പിളാണ്. ആകാശമാണ് കാണുന്നുള്ളൂ, ഞാൻ താഴത്തേക്ക് കാണുന്നില്ല. ഇതെങ്ങടാണെന്നുള്ളത് പോലും നമ്മൾ കാണുന്നില്ല. ചെടിയിലേക്ക് ഇറങ്ങി നല്ല രീതിയിലുള്ള സ്ലഷാണ്. നല്ല ചെളിയും നല്ല വെള്ളവും ഒക്കെ ഉണ്ട്. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ H4 ഇടായിരിക്കും നല്ലത്. കാരണം കുടുങ്ങണ്ട. നമ്മൾ ആവേശം കാണിച്ചിട്ട് ടയർ ഒരുപാട് താഴ്ന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു പ്രോബ്ലം. വളരെ സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്. ഇത്ര വലിയ വണ്ടി ഇത്രയും, കാരണം ഞാനിതിപ്പോൾ സ്ഥിരം ഓടിക്കണ വണ്ടിയൊന്നും നല്ലത്. നമ്മൾ ഫിഗോൺ ഓടിക്കണ, അപ്പോൾ ഒരു ഹാച്ച് ബാക്ക് ഓടിക്കണ എനിക്ക് ഇത്രയും വലിയ വണ്ടി സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാം. വണ്ടി അത്രയും സ്റ്റിയറിംഗ് ആയാലും നല്ല റെസ്പോൺസ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. നല്ല രീതിയിൽ നല്ല ചെറിയ ടേണിങ് റേഡിയസ് കാര്യങ്ങളൊക്കെയാണ്. വണ്ടി നല്ല പവർഫുൾ ആണ്. നമുക്ക് അങ്ങനെ ലാഗോ കാര്യങ്ങളോ ഒന്നും സുഖമായിട്ട് എന്ത് ഒറ്റ കൈക്കാണ് ടേൺ ചെയ്യണത്. ഞാൻ നോക്കുമ്പോൾ ആസ് എ ഡ്രൈവർ വളരെ കംഫർട്ടബിൾ ആണ്. അതാണ് എനിക്ക് തോന്നേണ്ട കാര്യം. കംഫർട്ടബിളി ഇത്രയും പോകുന്നൊരു സംഭവം നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ കംഫർട്ട്, അതാണ് ടൊയോട്ടയുടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് അത് പറയാല്ലേ. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള റിലയബിൾ ആണ്. റിലയബിൾ ആണ്. അത് പിന്നെ അറിയാലോ, ഞാൻ വണ്ടി വാങ്ങുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ കൊച്ചുമക്കൾക്ക് കൂടി വേണ്ടിയിട്ടാണെന്ന് പറയാം. മക്കൾക്കും കൂടിയല്ല, കൊച്ചുമക്കൾ, അടുത്തതിൻ്റെ ജനറേഷൻ. അപ്പോൾ പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞതിന് വേണ്ടിയിട്ട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഓക്കെ.